എന്തിനാ ഞാൻ അച്ഛനെ ചീത്ത പറയണേ? എല്ലാം എന്റെ തെറ്റാ. ആകെ ഒരു അച്ഛനല്ലേ ഉള്ളൂ എന്ന് കരുതി കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തിയതാ കുഴപ്പമായത്. എന്റെ പൊന്നു പവി, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലോ, ആ നാരായണനെ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. അതാ നാരായണേട്ടനുമായിട്ടുള്ള കൂട്ട് വേണ്ടെന്ന് അച്ഛനോട് ഞാൻ എപ്പോഴും പറയണേ. എന്താ മിണ്ടാത്ത്? വയ്യെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അച്ഛാ, നല്ല കൂട്ടുകെട്ടുകളാണ് ആളുകളെ മഹാമാരാക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോ ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു ആയിരുന്നു കൂട്ട്. വേണ്ട, അത് വിട്. നമ്മുടെ ജയലളിത, ശശികലയാണല്ലോ കൂട്ട്. എന്തിന് കെ കരുണാകരൻ, കെ മുരളീധരനാ കൂട്ട്. ഇതാ ഇപ്പൊ പോരാത്തതിന് പത്മജയും. അച്ഛനിപ്പോ ഇവരെ പോലെ വലിയ മഹാനാണെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും അച്ഛൻ ഇങ്ങനെ വഷളായി തുടങ്ങിയ അത് കണ്ടല്ലേ ഞാനും പഠിക്കണത്. ഞാനും വഷളായി പോവില്ലേ? ഒരു കാര്യം അച്ഛൻ മനസ്സിലാക്കണം. അച്ഛന്റെ വെറും 28ാമത്തെ വയസ്സ് തുടങ്ങിയ അച്ഛൻ എന്നെ കാണാൻ തുടങ്ങിയത്. പക്ഷെ ഞാനോ ജനിച്ച അന്ന് മുതൽ ഞാൻ അച്ഛനെ കാണാൻ തുടങ്ങിയതാ. അതുകൊണ്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാമോനെ, മുഴുവനും കേൾക്കണ്ട, കുറച്ച്